സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ സാമ്പത്തിക വെട്ടിപ്പിന് നീക്കം നടക്കുന്നുവെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ പ്രാഥമിക സഹകരണങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി നടക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. പാർട്ടി താൽപ്പര്യമുള്ളവർക്ക് കരാർ നൽകാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. IT മേഖലയിലെ ഏറ്റവും മികച്ച ഗ്രൂപ്പുകളിൽ ഒന്നായ ടാറ്റ കൺസൾട്ടൻസിക്ക് 206 കോടി രൂപയ്ക്ക് കരാർ നൽകാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ നാലിരട്ടി തുകയ്ക്ക് ദിനേശ് ബീഡി സഹകരണ സംഘത്തിന് കൈമാറാൻ നീക്കം നടക്കുന്നുവെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. IT മേഖലയിൽ ഒരു പരിചയ സമ്പത്തുമില്ലാത്ത കമ്പനിയാണ് ദിനേശ് ബീഡി. ദിനേശ് ബീഡിക്ക് മാത്രം പങ്കെടുക്കാവുന്ന രീതിയിൽ ടെൻഡർ വിളിച്ചു. വിചിത്രമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയതായിരുന്നു ടെൻഡർ. പാർട്ടി താൽപ്പര്യമുള്ളവർക്ക് കരാർ നൽകാനുള്ള നീക്കമാണിത്, രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സാമുദായിക പിന്തുണ ഉറപ്പാക്കാൻ UDF നേതാക്കൾ. താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചാനാനിയലുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി P കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തി. നോളജ് സിറ്റിയിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും സന്ദർശിച്ചു. തിരുവമ്പാടിയിലെ UDF സ്ഥാനാർത്ഥി CK കാസിമിനൊപ്പം എത്തിയാണ് ബിഷപ്പിനെ കണ്ടത്. അതേസമയം CPIM BJP ഡീൽ വെറും ആരോപണമല്ല, യാഥാർത്ഥ്യമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പല മണ്ഡലങ്ങളിലും അത് പ്രകടമാണ്. ഇടതുപക്ഷം ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. പാലക്കാട് UDFന്റെ വോട്ട് ഭിന്നിപ്പിച്ച് BJPയെ ജയിപ്പിക്കാനാണ് നീക്കം. പാലക്കാട് LDF 3-ാം സ്ഥാനത്താണ്. മലമ്പുഴയിൽ CPMന്റെ റിബലാണ് UDF സ്ഥാനാർത്ഥി. അതെങ്ങനെ ഡീലാകുമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു.